കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അക്ഷരോന്നതിയിലേക്ക് 5000 പുസ്തകങ്ങൾ കൈമാറി കോഴിക്കോട് ജില്ലാ NSS. വിദ്യാർത്ഥികൾ വായനയിലൂടെ ഉന്നതിയിലേക്ക് എന്ന സന്ദേശത്തിൽ പട്ടികവർഗ വിഭാഗക്കാരായ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയിലേക്കാണ് 5000 പുസ്തകങ്ങൾ ശേഖരിച്ചത്. പുസ്തക വണ്ടിയൊരുക്കി 2 ദിവസങ്ങളിലായി ജില്ലയിലെ 82 കോളേജുകളിലെത്തിയാണ് NSS വളണ്ടിയർമാർ പുസ്തകങ്ങൾ കൈപ്പറ്റിയത്. ജൂൺ 25-ന് കൊയിലാണ്ടി, വടകര, കുറ്റ്യാടി മേഖലകളിലും ജൂൺ 27-ന് ഫറൂഖ്, മുക്കം, ബാലുശ്ശേരി, കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ചുമാണ് പുസ്തകവണ്ടി പര്യടനം നടത്തിയത്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് കാലിക്കറ്റ് സർവകലാശാല ജില്ലാ NSS കോർഡിനേറ്റർ ഫസിൽ അഹമ്മദ് പുസ്തകങ്ങൾ കൈമാറി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ D സാജൻ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ T മുഹമ്മദ് സലീം മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരെ ശ്രദ്ധിക്കാതെ പോകുന്ന രക്ഷിതാക്കൾക്കും പുതിയ ചിന്തകൾ പകരുന്ന തെരുവ് നാടകവുമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾ. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത പുനരധിവാസം ഒരുക്കുന്ന വടകര ടണൽ സെന്ററിലെ വിദ്യാർത്ഥികളാണ് ചാമ്പക്ക എന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ തെരുവ് നാടകവുമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തുന്നത്. ദീപു തൃക്കോട്ടൂർ രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിന്റെ ആദ്യ അവതരണം കലക്ടറേറ്റിൽ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ S സബീന ബീഗം, ടണൽ ജനറൽ സെക്രട്ടറി TA നാസർ, സുബൈർ മണലോടി, ബൈജു ആയടത്തിൽ, നൌഫൽ മാണ്ടോടി, മോസിന സലാം തുടങ്ങിയവർ പങ്കെടുത്തു. മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയ്ക്കും ഞാറ്റുവേല ചന്തയ്ക്കും തുടക്കമായി. മേപ്പയൂർ കാർഷിക കർമ്മസേനയാണ് ഞാറ്റുവേല ചന്ത നടത്തുന്നത്. ജൂൺ 30 വരെ ചെറുവണ്ണൂർ റോഡിൽ നടുക്കണ്ടി ബിൽഡിംഗിലാണ് ചന്ത പ്രവർത്തിക്കുക. മിതമായ നിരക്കിൽ എല്ലാത്തരം തൈകളും ജൈവവളങ്ങളും പച്ചക്കറി വിത്തുകളും ഇവിടെ ലഭിക്കും. മേപ്പയൂർ കാർഷിക കർമ്മസേന നിർമ്മിച്ച 3 മിക്സ് ജൈവവളവും തൈകളും പുത്തലത്ത് മൂസ മാസ്റ്റർക്ക് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് KT രാജൻ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്ഥിരം സമിതി ചെയർമാൻ സുനിൽ വടക്കയിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ RA അപർണ പദ്ധതി വിശദീകരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് നാളെ രാവിലെ 9-ന് ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തും. ക്യാമ്പ് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും ക്യാൻസർ കെയർ സൊസൈറ്റി ഓഫീസ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ഉദ്ഘാടനം ചെയ്യും. ചെറുവണ്ണൂർ മേൽപ്പാല നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഫറോക്ക് പാലം മുതൽ ചെറുവണ്ണൂർ പോസ്റ്റ് ഓഫീസ് വരെയുള്ള റോഡിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 തത്തുല്യ യോഗ്യതയുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ലിങ്ക് വഴി അപേക്ഷിക്കാം. വിശദാംശങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. ഫോൺ 9961323322 7012449076. വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ 1 സ്കൂൾ 1 ഗെയിം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ താൽക്കാലിക കായികാധ്യാപകരെ നിയമിക്കും. ജൂലൈ 3-ന് രാവിലെ 11-ന് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ BPEd, MPEd തത്തുല്യ യോഗ്യതയുള്ളവർ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം എത്തണം. ഫോൺ 049362025993. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.